നമ്മൾ എന്തായാലും ലാസ്റ്റ് ചെയ്തെടുത്ത ക്വസ്റ്റ്യൻ ഇതല്ലടാ. ഈ ഒരു ക്വസ്റ്റ്യനില്ലേ നമ്മൾ ലാസ്റ്റ് ചെയ്തെടുത്തിയത്? ഒന്നായി മുന്നേറാം എന്ന വാക്യം ഏത് ഉദ്യമത്തിന്റെ ലോഗയിലാണ് കാണപ്പെടുന്നത്? ഈ ക്വസ്റ്റ്യൻ ലാസ്റ്റ് ചെയ്തത് നമ്മള്. അതെ. ഓക്കെ നമ്മളെ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തേ. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഘടനയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. അത് ചെയ്തേ. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ഓക്കെ, ഒന്നാമത്തെ പ്രസ്താവന കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ കുറിച്ചുള്ള ഒന്നാമത്തെ പ്രസ്താവന എന്ന് പറഞ്ഞാൽ അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ്. ശരിയോ തെറ്റോടെ? അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണോ? അധ്യക്ഷൻ മുഖ്യമന്ത്രി എന്നുള്ള പ്രസ്താവന ശരിയാണ്. ഓക്കെ, ഒന്നാമത് ശരിയാണ്. നിലവിലെ അംഗസംഖ്യ 9 കൊടുത്തിട്ടുണ്ട്. ശരിയോ തെറ്റോ? നിലവിലെ അംഗസംഖ്യ 9 അല്ല, നിലവിലെ അംഗസംഖ്യ 10 കേട്ടോ. 10 അംഗസംഖ്യ. നിലവിലെ അംഗസംഖ്യ 10 കേട്ടോ. 10 അംഗസംഖ്യ. അടുത്ത് ഉപാധ്യക്ഷൻ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കൊടുത്തിട്ടുണ്ട്. ഉപാധ്യക്ഷൻ, വൈസ് ചെയർമാൻ. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉപാധ്യക്ഷൻ. അതും തെറ്റാണ്. കാരണം ആരാണ് ഉപാധ്യക്ഷൻ? ഉപാധ്യക്ഷൻ റവന്യൂ മിനിസ്റ്റർ ആണല്ലേ. റവന്യൂ മിനിസ്റ്റർ ആണ് ഉപാധ്യക്ഷൻ. റവന്യൂ മിനിസ്റ്റർ ആണ് ഉപാധ്യക്ഷൻ അല്ലെ. റവന്യൂ മിനിസ്റ്റർ ആണ് ഉപാധ്യക്ഷൻ. ഓക്കെ, അതായത് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് വേണ്ടത് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ ശരിയായ പ്രസ്താവനകളാണ് വേണ്ടത്. അപ്പം ഏതാണ്? ഓപ്ഷൻ സി 1 മാത്രമാണ് ആൻസർ ആയിട്ട് വരുന്നത്. ആൻസർ 1 മാത്രമാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി. ഈ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രൂപം കൊണ്ടിരിക്കുന്നത് ഏത് നിയമപ്രകാരമാണ്? കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രൂപം കൊണ്ടിരിക്കുന്നത് ഏത് നിയമപ്രകാരമാണ്? 2005 നിയമപ്രകാരമാണല്ലേ. 2005 ദേശീയ ദുരന്ത നിവാരണ നിയമം അല്ലെ. 2005 ദേശീയ ദുരന്ത നിവാരണ നിയമപ്രകാരമാണ് ഈ ദുരന്ത നിവാരണ അതോറിറ്റി രൂപം കൊണ്ടിരിക്കുന്നത് അല്ലെ. ഈ 2005 നിയമം നിലവിൽ വന്ന തീയതി അറിയോ? സൗണ്ട് കുറവാണോ? ഇല്ലല്ലോ. ലെഫ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്താൽ മതി. 2005 ഈ ദുരന്ത നിവാരണ നിയമം തീയതി അറിയാവോ? തീയതി 2005 ദുരന്ത നിവാരണ നിയമം നിലവിൽ വന്ന തീയതി അറിയാവോ? തീയതി ആർക്കെങ്കിലും? 2005 ഡിസംബർ മാസം 23. 2005 ഡിസംബർ മാസം 23 ഡിസംബർ മാസം 23 ദേശീയ ദുരന്ത നിവാരണ നിയമം നിലവിൽ വന്നത്. ആ നിയമപ്രകാരമാണ് ഏത് രൂപം കൊണ്ടിരിക്കുന്നത്? കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രൂപം കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അവിടെ തന്നെ വേറൊരു ചോദ്യം വരാറുണ്ട്. അതായത് ഏത് സെക്ഷൻ പ്രകാരം 2005 നിയമത്തിലെ ഏത് സെക്ഷൻ പ്രകാരമാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രൂപം കൊണ്ടിരിക്കുന്ന ചോദ്യം? ഏത് സെക്ഷൻ? 2005 നിയമത്തിലെ ഏത് സെക്ഷൻ പ്രകാരമാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിച്ചിരിക്കുന്നത്? അറിയുമോ? 2005 നിയമത്തിലെ ഏത് സെക്ഷൻ പ്രകാരം? 28 പിള്ളേരെ ഞാൻ പറയാൻ ശ്രദ്ധിച്ചേക്കണേ. ഈ 2005 ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട നിയമം അല്ലെങ്കിൽ ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലെ സെക്ഷൻ 14 മുതൽ 24 വരെയാണ്. 14 മുതൽ 24 വരെയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ കുറിച്ച് പറയുന്നത്. 14 മുതൽ 24 വരെയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ കുറിച്ച് പറയുന്നത്. 14 മുതൽ 24 വരെയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ കുറിച്ച് പറയുന്നത്. അതിൽ 14 എന്ന് പറയുന്ന സെക്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എന്ത് ചെയ്തിട്ടുള്ളത്? രൂപീകരിച്ചിരിക്കുന്നത് കേട്ടോ. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്?
രൂപീകരിച്ചിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് അവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രൂപം കൊണ്ടത് ഏത് തീയതിയിലാണെന്നുള്ളത്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രൂപം കൊണ്ട തീയതി കറക്റ്റ് ആണ്. 2007 മെയ് മാസം 4-ാം തീയതിയാണ് രൂപം കൊണ്ടത്. 2007 മെയ് മാസം 4-നാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രൂപം കൊണ്ടത്. 2007 മെയ് മാസം 4-നാണ് അല്ലെ. ഓക്കെ, ഇപ്പോഴത്തെ അംഗസംഖ്യ മറക്കണ്ട. 10 പേരാണ് ഇപ്പോഴത്തെ അംഗസംഖ്യ. 10 പേരാണ് ഇപ്പോഴത്തെ അംഗസംഖ്യ. 10 പേരാണ് അംഗസംഖ്യ. ഓക്കെ, ഇനി ബാക്കിയുള്ള പോയിന്റ്സ് ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ചെയർമാൻ ആരെന്നിട്ട് ചെയർമാൻ ആരാണ്? ചെയർമാൻ ചീഫ് മിനിസ്റ്റർ ആണ്. ചീഫ് മിനിസ്റ്റർ ആണ്. ഓക്കെ, വൈസ് ചെയർമാൻ റവന്യൂ മിനിസ്റ്റർ ആണ്. വൈസ് ചെയർമാൻ റവന്യൂ മിനിസ്റ്റർ ആണ്. റവന്യൂ മിനിസ്റ്റർ ആണ് വൈസ് ചെയർമാൻ എന്ന് പറയുന്നത്. ഓക്കെ, 2007 മെയ് 4 ഓർത്തിരിക്കുക കേട്ടോ. ഈ സമയത്ത് മുഖ്യമന്ത്രി ആരായിരുന്നു എന്നുള്ള ചോദ്യം ഉണ്ടായിട്ടുണ്ട്. ഈ സമയത്ത് മുഖ്യമന്ത്രി ആരായിരുന്നു എന്നുള്ള ചോദ്യം. ഈ സമയത്ത് മുഖ്യമന്ത്രി ആരായിരുന്നിട്ട് VS അച്യുതാനന്ദൻ അല്ലെ. VS അച്യുതാനന്ദനായിരുന്നു ആ സമയത്ത് മുഖ്യമന്ത്രി എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? ശരി. അപ്പൊ 2005 ഡിസംബർ 23-നാണ് ദേശീയ ദുരന്ത നിവാരണ നിയമം രൂപം കൊണ്ടത്. ആ നിയമത്തിന്റെ സെക്ഷൻ 14 മുതൽ 24 വരെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ കുറിച്ച് പറയുന്നു. ആ സെക്ഷൻ 14 ഉപയോഗിച്ചുകൊണ്ടാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രൂപം കൊണ്ടിരിക്കുന്നത്. 2007 മെയ് 14-നാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രൂപം കൊണ്ടത് കേട്ടോ. 10 പേരാണ് അംഗസംഖ്യ. ചീഫ് മിനിസ്റ്റർ ആണ് അതിന്റെ ചെയർമാൻ. റവന്യൂ മിനിസ്റ്ററാണ് അതിന്റെ വൈസ് ചെയർമാൻ. ഇത്രയും പോയിന്റ്സ് പഠിച്ചു. ഇത് രൂപം കൊള്ളുമ്പോൾ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനായിരുന്നു. ഓക്കെ, മുഖ്യമന്ത്രി VS അച്യുതാനന്ദനായിരുന്നു കേട്ടോ. ഓക്കെ, ആസ്ഥാനമൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ആസ്ഥാനം തിരുവനന്തപുരമാണ്. ആപ്തവാക്യം എന്താണ്? സുരക്ഷായനം എന്നാണ് ആപ്തവാക്യം കേട്ടോ. സുരക്ഷായനം എന്നാണ് ആപ്തവാക്യം കേട്ടോ. സുരക്ഷായനം എന്നാണ് ആപ്തവാക്യം. ഓക്കെ, ക്ലിയർ ആണല്ലോ. ശരി, അടുത്ത ചോദ്യം. ഈ ഒരു ചോദ്യം ചെയ്ത് 28ാമത്തെ ചോദ്യം. കാലഗണന ക്രമത്തിൽ എഴുതുക. ഒന്ന് എഴുതിയ. ഇതിൽ കൊച്ചി കുടിയായ്മ നിയമം ഏത് വർഷമാണ്? കൊച്ചി കുടിയായ്മ നിയമം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാ. കൊച്ചി കുടിയായ്മ നിയമം ഏത് വർഷമാണ്? കൊച്ചി കുടിയായ്മ നിയമം 1914-ലാണ് കേട്ടോ. കൊച്ചി കുടിയായ്മ നിയമം 1914-ലാണ്. മലബാർ കുടിയായ്മ നിയമം ഏത് വർഷമാണ്? മലബാർ കുടിയായ്മ നിയമം 1929-ലാണ് കേട്ടോ. 1929-ലാണ് മലബാർ കുടിയായ്മ നിയമം. ഓക്കെ, അടുത്ത് പണ്ടാരപ്പാട്ട വിളംബരം ഏത് വർഷമാണ്? പണ്ടാരപ്പാട്ട വിളംബരം 1865-ലാണ്. 1865-ലാണ് പണ്ടാരപ്പാട്ട വിളംബരം. ഓക്കെ, കേരള സ്റ്റേറ്റ് ഓഫ് എവിക്ഷൻ പ്രൊസീഡിങ്സ് ആക്ട് അറിയോ? ഏത് വർഷമാണ്? എവിക്ഷൻ പ്രൊസീഡിങ്സ് ആക്ട് ആർക്കെങ്കിലും? എവിക്ഷൻ പ്രൊസീഡിങ്സ് ആക്ട് 1957-ലാണ്. 1957-ലാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ കാലക്രമത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. കാലക്രമത്തിൽ എഴുതുമ്പോൾ ഇതിൽ ആദ്യം വരുന്നത് പണ്ടാരപ്പാട്ട വിളംബരം ആദ്യം വരും. അതിനുശേഷം നമുക്ക് നോക്കുമ്പോൾ കൊച്ചി കുടിയായ്മ നിയമം വരും. അതിനുശേഷം മലബാർ കുടിയായ്മ നിയമം വരും. പിന്നെ 4-മതായിട്ട് കേരള സ്റ്റേറ്റ് ഓഫ് എവിക്ഷൻ പ്രൊസീഡിങ്സ് ആക്ട് വരും. ഓക്കെ, 4-മതായിട്ട്. ഓക്കെ, അപ്പൊ ഇവിടെ 1, 3 ആദ്യം വരും. പിന്നെ 1 രണ്ടാമത് വരും. പിന്നെ 2 മൂന്നാമത് വരും. ഓക്കെ, അപ്പൊ ഇതാണ് ആൻസർ. ഓപ്ഷൻ എ ആൻസർ. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, മനസ്സിലായി. അപ്പൊ ഈ ഒരു ആക്ട് ഒന്ന് ഓർത്ത് വെച്ചോണേ. 1957-ലാണ് എവിക്ഷൻ പ്രൊസീഡിങ്സ് ആക്ട് വന്നത്. എവിക്ഷൻ പ്രൊസീഡിങ്സ് ആക്ട് വന്നത് 1957-ലാണ് കേട്ടോ. ഓക്കെ അല്ലേ? ഈ ജന്മി കുടിയാൻ നിയമം ഏത് വർഷം എന്നറിയോ? ജന്മി കുടിയാൻ നിയമം ഏത് വർഷം എന്നറിയോ? ജന്മി കുടിയാൻ നിയമം ആർക്കെങ്കിലും അറിയോ? ജന്മി കുടിയാൻ നിയമം 1867-ലാണ് കേട്ടോ. ജന്മി കുടിയാൻ നിയമം 1867-ആണ്. 1867-ലാണ് ജന്മി കുടിയാൻ നിയമം. അത് പഠിക്കേണ്ട ഒരു നിയമമാണ്.
ഓക്കെ. ജന്മികുടിയ നിയമം 1867 1867 ജന്മികുടിയ നിയമം. ഓക്കെ. അപ്പൊ ഇത് ഓർത്തിരിക്കുക. ഇത് നമുക്ക് പലപ്പോഴും ചോദ്യം വരുന്നതാണ്. പണ്ടാരപ്പാട്ട വിളംബരം 1865, ജന്മികുടിയ നിയമം 1867. ഓക്കെ. അടുത്ത കൊച്ചി കുടിയേമ നിയമം 1914, മലബാർ കുടിയേമ നിയമം 1929. ഓക്കെ. കേരള സ്റ്റേറ്റ് ഓഫ് എവിക്ഷൻ പ്രൊസീഡിങ്സ് ആക്ട് 1957 കേട്ടോ. എവിക്ഷൻ പ്രൊസീഡിങ്സ് ആക്ട് 1957. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം ചെയ്തേ. ഉത്തരം കമന്റ് ചെയ്തേ. ശ്രദ്ധിച്ച് ചെയ്യുക. ചോദ്യം നേരെ വായിച്ച് ചെയ്ത എല്ലാവരും. ഓക്കെ, കഴിഞ്ഞു എല്ലാവരും. ശരി, തെറ്റായ പ്രസ്താവനയാണ് വേണ്ടത്. തെറ്റായ പ്രസ്താവനയാണ് വേണ്ടത്. ഓക്കെ. ഇവിടെ ഒന്നാമത്തെ പ്രസ്താവന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കിയത് ഇടുക്കി, കാസർഗോഡ് ജില്ലകളിലാണ്. ശരിയോ തെറ്റോ? തെറ്റാണ്. ഞാൻ നിങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ ജില്ലകളിലാണ് നടപ്പിലാക്കിയെന്നുള്ളത്. ഏതൊക്കെ ജില്ലകളിലാണ് നടപ്പിലാക്കിയത്? പാലക്കാട്, വയനാട് ജില്ലകളിലാണ് കേട്ടോ. പാലക്കാട്, വയനാട് ജില്ലകളിലാണ്. പാലക്കാട്, വയനാട് ജില്ലകളിലാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായിട്ട് നടപ്പിലാക്കിയത്. പാലക്കാട്, വയനാട് ജില്ലകളിലാണ് തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായിട്ട് നടപ്പിലാക്കിയത്. അത് ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? ഇനി അപ്പൊ അത് തെറ്റാണ്. ഒന്നാമത് തെറ്റാണ്. നമുക്ക് വേണ്ടത് തെറ്റായ പ്രസ്താവനകളാണ് വേണ്ടത്. തെറ്റായ പ്രസ്താവനകളാണ് വേണ്ടത് കേട്ടോ. ഓക്കെ. അപ്പൊ ഒന്ന് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഒന്ന് തെറ്റാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഈ 3 ഓപ്ഷനിലും ഒന്നുണ്ട് അല്ലെ. അടുത്ത് തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള പ്രവൃത്തികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാനുള്ള ചുമതല ഗ്രാമപഞ്ചായത്തുകൾക്കാണ്. അത് ശരിയോ തെറ്റോ? ഗ്രാമപഞ്ചായത്തുകൾക്കാണ് ചുമതല എന്ന് പറയുന്നു. അത് ശരിയാണ് അല്ലെ. ഗ്രാമപഞ്ചായത്തുകൾക്കാണ് ചുമതല. അത് ശരിയാണ്. തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള പ്രവൃത്തികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാനുള്ള ചുമതല ആർക്കാണ്? ഗ്രാമപഞ്ചായത്തുകൾക്ക് തന്നെയാണ്. അത് ശരിയാണ്. ഓക്കെ. അടുത്ത് തൊഴിലുറപ്പ് പദ്ധതിയുടെ മാതൃകയിൽ കേരളത്തിലെ നഗരസഭകളിലും കോർപ്പറേഷനുകളിലും നടപ്പിലാക്കിയ പദ്ധതിയാണ് അയ്യങ്കാളി ദേശീയ നഗര തൊഴിലുറപ്പ് പദ്ധതി. ശരിയോ തെറ്റോ? പിള്ളേരെ, ഇതില് തെറ്റുണ്ട്. എന്താണ് തെറ്റെന്നറിയോ? ഇത് തെറ്റാണ് ഈ സ്റ്റേറ്റ്മെന്റ്. എന്താ തെറ്റെന്നറിയാവോ? എന്തുവാ തെറ്റ്? തൊഴിലുറപ്പ് പദ്ധതിയുടെ മാതൃകയിൽ ദേശീയ എന്ന വാക്കില്ല കേട്ടോ. ദേശീയ എന്നൊരു വാക്കില്ല. ഓക്കെ. അതിന്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് AUEGS എന്നാണ് കേട്ടോ. അയ്യങ്കാളി അർബൻ എംപ്ലോയി ഗ്യാരണ്ടി സ്കീം എന്നാണ് കേട്ടോ. അതായത് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി. ദേശീയം എന്നൊരു വാക്കില്ല. മനസ്സിലായില്ലേ? ദേശീയം എന്നൊരു വാക്കില്ലാത്തതുകൊണ്ടാണ് ആ സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്തത്? തെറ്റായത്. ഓക്കെ. ശ്രദ്ധിച്ചില്ല. കാരണം ഈ ക്വസ്റ്റ്യനൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് മാർക്ക് പോകുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ശ്രദ്ധിച്ച് ചെയ്തോണം. ഇത് ഒരു ഫുള്ള് വായിക്കണം. അയ്യങ്കാളി ദേശീയ നഗര തൊഴിലുറപ്പ് പദ്ധതി കേട്ടോ. അയ്യങ്കാളി ദേശീയ നഗര തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുമ്പോൾ ദേശീയം എന്ന വാക്ക് അവിടെ ഇല്ല. ദേശീയം എന്ന വാക്ക് അവിടെ ഇല്ല. ഓക്കെ. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി അത്രയേ ഉള്ളൂ. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി അത്രയേ ഉള്ളൂ കേട്ടോ. അതായത് ഇവിടെ നമുക്ക് ഓപ്ഷൻ എ ആൻസർ ആയിട്ട് വരും. 1ഉം 3ഉം തെറ്റാണെന്നുള്ളതാണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ. 1ഉം 3ഉം എന്താണ് വളരെ തെറ്റാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ശരി. നമ്മളെ ഈ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം ഏത് വർഷമാണ് പാസ്സാക്കിയത്? ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം ഏത് വർഷമാണ് പാസ്സാക്കിയത്?
2005 ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസ്സാക്കിയത്. 2005 ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം എന്ത് ചെയ്തത്? പാസ്സാക്കിയത്. എന്നാൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നത് എപ്പോഴാണ്? ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നത് 2006 ഫെബ്രുവരി 2-നാണ്. 2006 ഫെബ്രുവരി 2-നാണ്. 2006 ഫെബ്രുവരി 2-നാണ് കേട്ടോ. 2006 ഫെബ്രുവരി 2-നാണ്. ഇതിന്റെ പേരെങ്ങനെയാണ്? ഇതിന്റെ പേരെങ്ങനെയാണ് പിള്ളേർ? ഇതിന്റെ പേരെങ്ങനെയാണ് ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര്? മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അല്ലേ? മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നതിന്റെ മുഴുവൻ പേര്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നതിന്റെ മുഴുവൻ പേര്. ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ആരംഭിച്ചത്? 2006 ഏത് പഞ്ചവത്സര പദ്ധതിയാ? തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത് 10ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 10ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് തൊഴിലുറപ്പ് പദ്ധതി എന്ത് ചെയ്തത്? ആരംഭിച്ചത് 10ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അപ്പൊ അത് ഓർത്തിരിക്കുക. കേരളത്തില് ആദ്യമായിട്ട് ആരംഭിച്ചത് ഏതൊക്കെ ജില്ലകളിൽ നേട്ടി കഴിഞ്ഞാല് അത് പാലക്കാട് അതുപോലെ വയനാട് ജില്ലകളിലാണ്. ഇത് മുമ്പും ചോദിച്ചിട്ടുണ്ട്, വീണ്ടും ചോദിക്കണം. പാലക്കാട് വയനാട് ജില്ലകളിലാണ് ഇത് കേരളത്തിൽ ആദ്യമായിട്ട് എന്ത് ചെയ്തത്? ആരംഭിച്ചെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇതിന്റെ നടത്തിപ്പ് ചുമതല ആർക്കാണ്ട? തൊഴിലുറപ്പ് പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല ആർക്കാണ്? നടത്തിപ്പ് ചുമതല ആർക്കാണ്ട? പഞ്ചായത്തുകൾക്കാണ് അല്ലെ? ഗ്രാമപഞ്ചായത്തുകൾക്കാണ് നടത്തിപ്പ് ചുമതല. ഗ്രാമപഞ്ചായത്തുകൾക്കാണ് നടത്തിപ്പ് ചുമതല കേട്ടാ. ഓക്കെ, അപ്പം ഈ പറയുന്ന നമ്മുടെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടത്തിപ്പ് ചുമതല ഗ്രാമപഞ്ചായത്തുകൾക്കാണ് കേട്ടോ. ഓക്കെ, ഇനി 1-2 കാര്യങ്ങൾ നിങ്ങൾ പറയേണ്ടത്. കുറച്ച് പുതിയ പോയിന്റ്സ് ഒക്കെ ആയിരിക്കും, കുറെ ആൾക്കാർക്ക് അറിയായിരിക്കും. അതായത് ഈ ഒരു തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വരാൻ കാരണമായിട്ടുള്ള ഒരു സംഘടനയുണ്ട്. അത് നിലവിൽ വരാൻ കാരണമായിട്ട് പ്രവർത്തിച്ച ഒരു സംഘടനയുണ്ട്. ഏതെന്നറിയാവോ? ഈ സംഘടന വേറൊരു ചോദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. കറക്റ്റ് ആണ്. തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വരാൻ കാരണമായിട്ടുള്ള സംഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിള്ളേരെ MKSS ആണ്. MKSS മസ്ദൂർ കിസാൻ ശക്തി സംഘടന അല്ലെ? മസ്ദൂർ കിസാൻ ശക്തി സംഘടനാണ് MKSS എന്ന് പറയുന്നത്. ഓക്കെ, ഈ MKSS നിങ്ങൾ വേറെ എവിടെയാ പഠിക്കുന്നേ? നമ്മൾ വിവരാവകാശ നിയമം അല്ലെ? വിവരാവകാശ നിയമം നിലവിൽ വരാൻ കാരണമായിട്ട്, അല്ലെങ്കിൽ വിവരാവകാശ നിയമം നിലവിൽ വരാൻ വേണ്ടി പ്രവർത്തിച്ച സംഘടന ഏതെന്ന് കേട്ട് കഴിഞ്ഞാല് അത് MKSS ആണ്. മസ്ദൂർ കിസാൻ ശക്തി സംഘടനാണ് കേട്ടോ. മസ്ദൂർ കിസാൻ ശക്തി സംഘടനാണ് ഈ വിവരാവകാശ നിയമം നിലവിൽ വരാൻ വേണ്ടി പ്രവർത്തിച്ച സംഘടന എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ഏത് വർഷമായി ഇത് രൂപം കൊണ്ടെന്നൊക്കെ അറിയോ നിങ്ങൾക്ക്? ഏത് വർഷമാണ് രൂപം കൊണ്ടത്? 1991-ലാണ്. 1991-ലാണ്. എവിടെ ആസ്ഥാനമാക്കിയ പ്രവർത്തിക്കുന്ന MKSS? രാജസ്ഥാൻ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നു. ആരാണ് പ്രധാന സ്ഥാപനത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി? ആരാണ്? അരുണ റോയ് ആണ് കേട്ടോ. അരുണ റോയ് ആണ് പ്രധാനമായിട്ടും സ്ഥാപനത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി. അരുണ റോയ് ആണ് കേട്ടോ. അപ്പം വിവരാവകാശ നിയമമായാലും ശരി തന്നെ കേട്ടോ. വിവരാവകാശ നിയമമായാലും ശരി തന്നെ, അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയായാലും ശരി തന്നെ, നിലവിൽ വരാൻ കാരണമായിട്ടുള്ള സംഘടന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MKSS ആണ്. ഓക്കെ, മസ്ദൂർ കിസാൻ ശക്തി സംഘടനാണ് കേട്ടോ. ഓക്കെ, ഈ വിവരാവകാശ നിയമവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അല്ലെങ്കിൽ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് നിഖിൽദേവ് ഉണ്ട്, പിന്നെ ശങ്കർ സിംഗ്, അങ്ങനെ എങ്ങാണ്ട് ഒരാളും കൂടെ ഉണ്ട് പ്രധാനപ്പെട്ട സ്ഥാപകരില്. ഓക്കെ, പ്രിയപിള്ളരെ, പനിയുടെ ലക്ഷണം, വീണ്ടും പനി സീസൺ ആയിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ പിള്ളേർ, അപ്പൊ അത് മനസ്സിലായല്ലോ. ഇനി പറയും വിവരാവകാശം തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം എത്രയാണ് പ്രായപരിധി? എത്ര വയസ്സുള്ളവർക്ക് പോവാം? 18 വയസ്സുണ്ട്. 18 വയസ്സായിട്ട് 18 വയസ്സുള്ളവർക്ക് ജോലിക്ക് പോവാം. 18 വയസ്സിന് മുകളിലോട്ട് പ്രായമുള്ളവർക്ക് ജോലിക്ക് പോവാം. ഓക്കെ, ഉയർന്ന പ്രായപരിധി എത്രയാ? ഉയർന്ന പ്രായപരിധി ഇല്ല. മനസ്സിലായില്ലേ? ഉയർന്ന പ്രായപരിധി ഇല്ല കേട്ടോ. ഉയർന്ന പ്രായപരിധി ഇല്ല, അത് മനസ്സിലായിക്കോണേ. 18 വയസ്സുള്ളവർക്ക് ജോലിക്ക് പോവാം, ഉയർന്ന പ്രായപരിധി ഇല്ല. ഓക്കെ, APL BPL വിവേചനം വല്ലതും ഉണ്ടോ? APL BPL വിവേചനം വല്ലതും ഉണ്ടോ?
ഇല്ല. APL VPL വിവേചനവും ഇല്ല. APL VPL വിവേചനവും ഇല്ല. ഓക്കെ. ഈ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള തൊഴിൽ കാർഡിന് അപേക്ഷ നൽകേണ്ടത് എവിടെയാണ്? തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള തൊഴിൽ കാർഡിന് അപേക്ഷ നൽകേണ്ടത് എവിടെയാണ്? തൊഴിൽ കാർഡിന് അപേക്ഷ നൽകേണ്ടത് ഗ്രാമപഞ്ചായത്തിലാണ് കേട്ടോ. ഗ്രാമപഞ്ചായത്തിലാണ് തൊഴിൽ കാർഡിന് അപേക്ഷ നൽകേണ്ടത്. തൊഴിൽ കാർഡിന് അപേക്ഷ നൽകേണ്ടത് ഗ്രാമപഞ്ചായത്തിലാണ്. അപേക്ഷ നൽകി എത്ര ദിവസത്തിനകത്ത് തൊഴിൽ കാർഡ് ലഭിക്കും? 15 ദിവസത്തിനകത്ത് തൊഴിൽ കാർഡ് ലഭിക്കും. 15 ദിവസത്തിനകത്ത് എന്ത് ചെയ്യും പിള്ളേരെ? തൊഴിൽ കാർഡ് ലഭിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി എത്ര ദിവസമാണ് തൊഴിൽ ലഭിക്കുന്നത്? എത്ര ദിവസമാണ് തൊഴിൽ ഉറപ്പാക്കുന്നത്? 100 ദിവസമാണ് അല്ലെ? 100 ദിവസമാണ് തൊഴിൽ ഉറപ്പാക്കുന്നത്. 100 ദിവസമാണ് തൊഴിൽ ഉറപ്പാക്കുന്നത്. 100 ദിവസമാണ് തൊഴിൽ ഉറപ്പാക്കുന്നത്. ഓക്കെ. ഇനി ഈ പറയുന്ന ഗുണഭോക്താക്കളിൽ എത്ര ശതമാനം സ്ത്രീകളായിരിക്കണം, അല്ലെങ്കിൽ എത്ര ഭാഗം സ്ത്രീകളായിരിക്കണം ഗുണഭോക്താക്കളിൽ? ഇവിടെ ഗുണഭോക്താക്കളിൽ 1/3 ഭാഗം സ്ത്രീകളായിരിക്കണം കേട്ടോ. 1/3 ഭാഗം മസ്റ്റ് ആയിട്ടും എന്തായിരിക്കണം? സ്ത്രീകളായിരിക്കണം കേട്ടോ. മുഴുവൻ സ്ത്രീകളാകണമെന്നല്ല, 1/3 ഭാഗം ഉറപ്പായിട്ടും എന്തായിരിക്കണം? സ്ത്രീകളായിരിക്കണം. 1/3 ഭാഗം ഉറപ്പായിട്ടും സ്ത്രീകളായിരിക്കണം. ഓക്കെ. ഇനി വേറൊരു 1-2 പോയിന്റ്, ഒരു പോയിന്റ് ഒന്ന് ഓർത്ത് വെച്ചോണേ പിള്ളേരെ. ഈ 5 കിലോമീറ്ററിനുള്ളിൽ തന്നെ ആയിരിക്കണം ജോലി. അതായത് ഈ വീടിന്റെ, അതായത് ഈ കുടുംബത്തിന്റെ 5 കിലോമീറ്ററിനകത്തിന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കണം ജോലി വരേണ്ടത്. 5 കിലോമീറ്ററിനുള്ളിൽ ജോലി അല്ലെങ്കിൽ എത്ര ശതമാനം അധികം കൂലി നൽകണം? 5 കിലോമീറ്ററിനുള്ളിൽ അല്ല എങ്കിൽ ജോലി, 5 കിലോമീറ്ററിനല്ല ഉള്ളിലല്ല ജോലി എങ്കിൽ എത്ര ശതമാനം അധിക കൂലി നൽകണം? 10% അധിക കൂലി നൽകണം. 10% അധിക കൂലി എന്ത് ചെയ്യണം പിള്ളേരെ? നൽകണം കേട്ടോ. 10% അധിക കൂലി നൽകണം. ഓക്കെ അല്ലേ? ശരി. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറഞ്ഞുതരാവേ. ഈ പറഞ്ഞ കാര്യങ്ങള് 18 വയസ്സ് കഴിഞ്ഞ ഏതൊരാൾക്കും ഇതിന് അപേക്ഷിക്കാം കേട്ടോ. അവിടെ ഇങ്ങനെ സ്കിൽഡ് ലേബർ അങ്ങനെയൊന്നുമില്ല. 18 വയസ്സ് കഴിഞ്ഞ ഏതൊരാൾക്കും എന്ത് ചെയ്യാം? ഇതിൽ അപേക്ഷിക്കാം. ഓക്കെ, ഒരു സെക്കൻഡ് എടാ. പനി 18 വയസ്സ് കഴിഞ്ഞ ഏതൊരാൾക്കും ഇതിൽ അപേക്ഷിക്കാൻ പിള്ളേരെ. അവിടെ ഉയർന്ന പ്രായപരിധി ഇല്ല. ഉയർന്ന പ്രായപരിധി ഇത്ര വയസ്സുള്ള ആൾക്കാരെ അപേക്ഷിക്കാവുന്നൊന്നുമില്ല. ഓക്കെ. പിന്നെ ഈ BPL APL അങ്ങനെ വിവേചനമൊന്നുമില്ല. പിന്നെ തൊഴിൽ കാർഡുണ്ട്. തൊഴിൽ കാർഡിന് അപേക്ഷ കൊടുക്കേണ്ടത് ഗ്രാമപഞ്ചായത്തുകളിലാണ് എന്ത് ചെയ്യുന്നത്? തൊഴിൽ കാർഡിന് അപേക്ഷ കൊടുക്കേണ്ടത്. ഈ തൊഴിൽ കാർഡിന് അപേക്ഷ കൊടുത്ത് 15 ദിവസത്തിനുള്ളിൽ നമുക്ക് തൊഴിൽ കാർഡ് ലഭിക്കും. നമുക്ക് എത്ര ദിവസത്തെ ജോലിയാണ് ഒരു വർഷത്തേക്ക് ഉറപ്പാക്കുന്നത്? 100 ദിവസത്തെ ജോലിയാണ്. പിന്നെ 1/3 ഭാഗം ഗുണഭോക്താക്കളിൽ 1/3 ഭാഗം എന്തായിരിക്കണം? സ്ത്രീകളായിരിക്കണം. പിന്നെ ജോലി 5 കിലോമീറ്ററിനുള്ളിൽ അല്ല എന്നുണ്ടെങ്കിൽ 10% അധിക കൂലിയും ലഭിക്കുന്നതാണ്. ഓക്കെ. ഇപ്പൊ ഏറ്റവും കൂടുതൽ കൂലിയുള്ളത് ഇപ്പൊ എവിടെയാ? ഏറ്റവും കൂടുതൽ കൂലിയുള്ളത് ഇപ്പോൾ എവിടെയാണ്? ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൂലിയുള്ളത് ഹരിയാനയിലാണ്. ഹരിയാനയിൽ ഇപ്പൊ എത്രയുണ്ട് പെർ ഡേ? ഹരിയാനയിൽ പെർ ഡേ എത്രയാണ്? ഹരിയാനയിൽ പെർ ഡേ 400 രൂപയാണ് കേട്ടോ. 400 രൂപയാണ് ഹരിയാനയിലെ പെർ ഡേ സാലറി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. കേരളത്തിൽ ഇപ്പൊ എത്രയാ? കേരളത്തിൽ 369 കേട്ടോ. കേരളത്തിൽ 369. കേരളത്തിൽ 369 കൂലി എന്ന് പറയുന്നത്. 369. ഓക്കെ. ഇനി അടുത്ത് ഈ അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം, ഇത് ഏത് വർഷമാണ് ആരംഭിച്ചത്? ഇത് ഏത് വർഷമാണ് ആരംഭിച്ചത്? ഇത് ആരംഭിച്ചത് 2010 ആരംഭിച്ചത്. 2010 അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം ആരംഭിച്ചത്. 2010 ഓക്കെ. ഇതിന്റെ നടത്തിപ്പ് ചുമതല ആർക്കാണ്? ഇതിന്റെ നടത്തിപ്പ് നഗരസഭകൾക്കും കോർപ്പറേഷനുകൾക്കുമാണ് കേട്ടോ. നഗരസഭകൾക്കും കോർപ്പറേഷനുകൾക്കുമാണ് ഇതിന്റെ നടത്തിപ്പ് ചുമതല ഉള്ളത്. ഓക്കെ. ഇത് കേരളത്തിൽ ആരംഭിച്ചാണ്. നഗരസഭകൾക്കും കോർപ്പറേഷനുകൾക്കാണ് ഇതിന്റെ നടത്തിപ്പ് ചുമതല ഉള്ളത്. അയ്യങ്കാളി നഗര തൊഴിൽ പദ്ധതി പ്രകാരമുള്ള ഇപ്പോഴത്തെ കൂലി എത്രയാണ്? 333 രൂപയാണ് കേട്ടോ. 333 രൂപയാണ് ഈ പറയുന്ന അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ കൂലി എന്ന് പറഞ്ഞാൽ 333 കേട്ടോ. 333 ഓക്കെ. അപ്പൊ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് ആണ് ഇവിടെ റിവിഷൻ ചെയ്തത്. ഓക്കെ, അത് ഓർത്തിരിക്കുക. 2005 പാസ്സാക്കി 2006 ഫെബ്രുവരി 2 എന്ത് ചെയ്തത്? നിലവിൽ വന്നത്. 10ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് കേരളത്തിൽ ആദ്യമേ ആരംഭിച്ചത് പാലക്കാട്, വയനാട് ജില്ലകളിലാണ്. ഗ്രാമപഞ്ചായത്തുകളാണ് ഇതിന്റെ നടത്തിപ്പ് ചുമതല എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. പിന്നെ MKSS ആണ് ഇത് നിലവിൽ വരാൻ കാരണമായിട്ടുള്ള സംഘടന. പിന്നെ ഇപ്പൊ ബാക്കി പറഞ്ഞ പോയിന്റുകളും ഓർത്തിരിക്കുക. ഓക്കെ അല്ലേടാ? ശരി.
അടുത്ത ചോദ്യം ചെയ്തേ. ഡേറ്റ് മെയ് 1 കേട്ടോ. 91 മെയ് 1 ഫോം ചെയ്തത്. 91 മെയ് 1 കേട്ടോ. മെയ് 1. പറയുമ്പോൾ ഇന്ന് മെയ് 1 ഇന്ന് മെയ് 1. ഓക്കെ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്നറിയോ? മെയ് 1 പ്രത്യേകത തൊഴിലാളി ദിനമാണ്. ഓക്കെ. വേറെ എന്തെങ്കിലും പ്രത്യേകത അറിയോ? തൊഴിലാളി ദിനമാണ്. ഇന്നത്തെ ദിവസം മാത്രമാണ് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും അവധിയുള്ളത്. മനസ്സിലായ? എല്ലാ രാജ്യങ്ങളിലും അവധിയുള്ള ഒരേ ദിവസമാണ് ഏത്? മെയ് 1 എന്ന് പറയുന്നത് കേട്ടാ. മെയ് 1 ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും അവധിയുള്ളത്. മെയ് 1 മെയ് 1 കേട്ടാ. കാരണം തൊഴിലാളി ദിനം ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും എന്താണ്? അവധിയാണ്. ഓക്കെ. എന്നിട്ട് ഞാൻ എന്താ തൊഴിൽ ചെയ്യുന്നു? ഓക്കെ. നമുക്കൊന്നും എന്നിട്ട് അവധിയില്ലേ? എന്തിനാ അവധി? ഞാൻ ഈ മറ്റേ നിങ്ങൾ എനിക്ക് മോഹൻലാലിനെ ഇഷ്ടമാണ് കേട്ടോ. മോഹൻലാലിനെ ഇഷ്ടമാണ്. അദ്ദേഹം പറഞ്ഞതാണ് 47 വർഷമായിട്ട് അദ്ദേഹം ജോലി ചെയ്യുന്നു എന്ന് പറയുന്നത്. ഇത്രയും വയസ്സുണ്ട്. 64 വയസ്സില്ലേ? ഓക്കെ. അതിലൊരു വർഷത്തിൽ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഈ അവധിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ വെക്കേഷന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നത്. മനസ്സിലല്ലേ? അത് നമ്മുടെ അതിന്റെ ഒരു ഉയർച്ച അദ്ദേഹത്തിന്റെ ഇതിലുണ്ടല്ലോ. നമ്മൾ ചെയ്യുന്ന ജോലിയോട് ഒരു ആത്മാർത്ഥത കാണിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നിങ്ങളുടെ ജോലി ശമ്പളമില്ലാത്ത ജോലിയാണ്. പഠിക്കുക കേട്ടാ. പഠിച്ചിട്ട് ശമ്പളമുള്ള മറ്റൊരു ജോലി വാങ്ങുക. എന്നിട്ട് അവിടെ വലിയ ആത്മാർത്ഥത കാണിക്കുമോ നിങ്ങള്? ജോലിക്ക് പോയിട്ട് അവിടെ ആത്മാർത്ഥത കാണിക്കണം. അല്ലാതെ ഗവൺമെന്റ് ഓഫീസിൽ പോയിട്ട് എനിക്ക് ഇനിയിപ്പോ സുഖമാണ്, കൈക്കൂലിയൊക്കെ വാങ്ങിച്ച് അടിപൊളിയായിട്ടൊക്കെ നടക്കാം, അല്ലെങ്കിൽ എനിക്ക് അവിടെ ജോലി ചെയ്യാതെ ചുമ്മാ ഇരിക്കാം. ഇപ്പൊ അങ്ങനെയൊന്നും അല്ല. ഇപ്പം ഈ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു സംഭവം നിങ്ങൾ പറഞ്ഞുതരാം വളരെ. അതായത് ഈ പണ്ടത്തെ ജനങ്ങളല്ല ഇപ്പൊ ഉള്ളത് കേട്ടാ. ഈ പണ്ടത്തെ ജനങ്ങൾക്ക് അറിഞ്ഞുകൂടാ കേട്ടാ. പണ്ടത്തെ ജനങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഒരു സേവനം അവർക്ക് എപ്പോ കിട്ടണം, എത്ര സമയത്തിനുള്ളിൽ കിട്ടണം, കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യമൊന്നും പണ്ടത്തെ ജനങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഇപ്പൊ സോഷ്യൽ മീഡിയയൊക്കെ ഇത്രത്തോളം സജീവമായിട്ടുള്ള സമയമായതുകൊണ്ടും ഓക്കെ, ജനങ്ങൾക്ക് നല്ല രീതിയിൽ ഈ ഭരണ സംവിധാനങ്ങളെ കുറിച്ച് അറിവുള്ളത് കൊണ്ടും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നമുക്ക് ഉഴപ്പാൻ പറ്റത്തില്ല. നമ്മൾ കൃത്യമായിട്ട് ജോലി ചെയ്യേണ്ടി വരും. കൃത്യമായിട്ട് നമുക്ക് അവിടെ ഒരു ഉഴപ്പും കാണിക്കാൻ പറ്റത്തില്ല. ജനങ്ങൾ നല്ല രീതിയിൽ എന്ത് ചെയ്യും? ചോദ്യം ചെയ്യും. പൊതുവേ ഈ ജനങ്ങൾക്ക് സർക്കാർ ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എതിരാളികളെ പോലെയാണ്, ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾക്കാരെ പോലെയാണ് അവർ കാണുന്നത്. അതങ്ങനെയാണത്. ഓക്കെ. എല്ലാവരും കള്ളന്മാരാണെന്നുള്ള ഒരു ഇതിലാണ് നിൽക്കുന്നത്. ഓക്കെ. ശരി പിള്ളേർ നോക്കിക്കോ. കേരള സംസ്ഥാന സർവീസിലെ ഉദ്യോഗസ്ഥർക്ക് എതിരെയുള്ള ശിക്ഷണ നടപടികളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏതെന്നാണ്? അപ്പോൾ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി കേരള സിവിൽ സർവീസ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾസ് 1960 ഭാഗം 5. ഓക്കെ. ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഈ ഒരു ഭാഗം കേട്ടോ, ഈ ഭരണ സംവിധാനങ്ങളിലെ ഈ ഒരു ഭാഗം കേരള സർവീസ് റൂളും അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ഈ ഒരു റൂളും കേരള സിവിൽ സർവീസ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾസ് ഒക്കെ പഠിക്കാണ്ട് കേട്ടോ. അതിന്റെ സ്ലൈഡ് തയ്യാറാക്കിയിട്ട് ഞാൻ ക്ലാസ് എടുത്തു തരാം കേട്ടോ. ഓക്കെ. ശരി, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നത് ശരിയായ പ്രസ്താവന ഏതാണ്? ചെയ്തേ. ശരി, കാണാമല്ലോ. കാണാം. ചെയ്തേടാ, ചെയ്തേ.
ശ്രദ്ധിച്ചേ പിങ്കി. ഓക്കെ, ആ ഇവിടെ നോക്കിയോ, ഇവിടെ ഒന്നാമത്തെ പ്രസ്താവന നമുക്ക് വേണ്ടത് ശരിയായ പ്രസ്താവനയാണ് വേണ്ടത് കേട്ടോ. ഇത് നോക്കി മാർക്കിട്ടേക്കാം. ശരിയായ പ്രസ്താവന. ഇവിടെ കമ്മീഷനിൽ 5 അംഗങ്ങളാണുള്ളത്. ശരിയോ തെറ്റോ? കമ്മീഷനിൽ 5 അംഗങ്ങളുള്ളത് അത് തെറ്റാണല്ലേ. അപ്പൊ ഒന്നാമത്തെ തന്നെ തെറ്റാണ്. ഒന്നാമത്തെ തെറ്റാകുമ്പോൾ നമുക്കതാ ഓപ്ഷൻ എ വെട്ടാം, ഓപ്ഷൻ ബി വെട്ടാം, ഓപ്ഷൻ ഡിയും വെട്ടാം. ഓക്കെ, ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ്. പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യൻ PSC എന്ത് ചെയ്തു? ഡിലീറ്റ് ചെയ്തു. അതുകൊണ്ട് കാരണം എന്തെന്നറിയോ? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കി, സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജി ഒരു അംഗമാണ്. സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജി ഒരു അംഗം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ അംഗങ്ങൾ നമുക്കറിയാം. എത്ര അംഗങ്ങളാണുള്ളത് പിള്ളേരെ? എത്ര അംഗങ്ങളാണുള്ളത്? 5 അംഗങ്ങളാ? 6 അംഗങ്ങൾ. എത്രയാണ് പിള്ളേരെ? 6 അംഗങ്ങളാണ്. 6 അംഗങ്ങളായിരിക്കും അല്ലെ? 6 അംഗങ്ങൾ. ഓക്കെ, ഇതില് നമ്മൾ പഠിക്കുന്നത് ഈ ചെയർമാന്റെ യോഗ്യത നമ്മൾ പഠിക്കുന്നുണ്ട്. ചെയർമാന്റെ യോഗ്യത എന്താണ്? ചെയർമാന്റെ യോഗ്യത എന്താണ്? ചെയർമാന്റെ ഞാൻ കുറച്ച് മുമ്പ് പഠിപ്പിച്ചില്ലേ ചെയർമാന്റെ യോഗ്യത? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തി ഓർ സുപ്രീം കോടതി ജഡ്ജ് ആയിരുന്ന വ്യക്തി. ഓക്കെ, റിട്ടയർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജ്. മനസ്സിലായി? റിട്ടയർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജ്. ഓക്കെ, ഇതാണ് ചെയർമാന്റെ യോഗ്യത എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് അറിയാം, പിന്നെ 2 അംഗങ്ങളുടെ ചുമതല അല്ല യോഗ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു അംഗത്തിന്റെ യോഗ്യത. അതായത് ഇനിയുള്ള മൊത്തം 5 അംഗങ്ങളിൽ 2 അംഗങ്ങൾ ഈ ജുഡീഷ്യൽ പരമായിട്ടുള്ള വരുന്ന അംഗങ്ങളാണ്. അതിൽ ഒരാൾ എങ്ങനെയായിരിക്കണോടാ? ഒരാള് സുപ്രീം കോടതി ജഡ്ജ് ഓർ റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജ് ആയിരിക്കണം അല്ലേ? ഒരാള് സുപ്രീം കോടതി ജഡ്ജ് ഓർ റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജ് ആയിരിക്കണം. ഓക്കെ, മറ്റേ ആള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ജുഡീഷ്യൽ പവറുള്ള ആള് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഓർ റിട്ടയർഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ഓക്കെ, മനസ്സിലായില്ലേ? അതായത് ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നത് മുൻ ജഡ്ജി മറ്റൊരംഗം എന്നാണ്. അപ്പൊ മുൻ ജഡ്ജിക്ക് മാത്രമാണോ ഇതിൽ അംഗമാകാൻ പറ്റുന്നത്? അല്ല, നിലവിലെ ജഡ്ജിക്കും എന്ത് ചെയ്യാൻ പറ്റും? അംഗമാകാൻ കഴിയും. അതുപോലെ ഹൈക്കോടതിയിലെ നിലവിലെ ചീഫ് ജസ്റ്റിസിനും എന്ത് ചെയ്യാൻ പറ്റും? അംഗമാകാൻ പറ്റും. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിലാണ് ഹൈക്കോടതിയിലെ മുൻ ജഡ്ജി എന്നാ കൊടുത്തിരിക്കുന്നത്. ഹൈക്കോടതിയിലെ മുൻ ജഡ്ജിക്ക് അംഗമാകാൻ പറ്റുമോ? പറ്റൂല. ഹൈക്കോടതിയിലെ മുൻ ചീഫ് ജസ്റ്റിസിന് മാത്രമേ അംഗമാകാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഹൈക്കോടതിയിലെ മുൻ ചീഫ് ജസ്റ്റിസിന് മാത്രമേ അംഗമാകാൻ പറ്റുള്ളൂ. മനസ്സിലായോ പിള്ളേരെ? ഓക്കെ, അപ്പൊ ഈ മൂന്ന് യോഗ്യത ഞാൻ മുമ്പ് പഠിപ്പിച്ചിട്ടുള്ളത് തന്നെയാണ്. ഞാൻ വീണ്ടും പറഞ്ഞതാണ്. ഇതെന്തിനാ ഞാൻ വീണ്ടും പറഞ്ഞതെന്ന് അറിയാവോ? നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ റിവിഷൻ വീണ്ടും ചെയ്യണം പിള്ളേരെ. മനസ്സിലായില്ലേ? ഇതാണ് റിവിഷൻ എന്ന് പറയുന്നത്. നമ്മൾ വീണ്ടും ചില കാര്യങ്ങൾ ചില ആൾക്കാർക്ക് ഒരു ഇതുള്ളതാണ്. ഒരു സാധനം ഒരിക്കൽ പഠിച്ചാൽ പിന്നെ ആ ഭാഗത്തോട്ട് പോകത്തില്ല. എനിക്കത് അറിയാൻ വേണ്ടിയിരിക്കും. ഇപ്പൊ തന്നെ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വന്നില്ല അല്ലേ യോഗ്യത എന്ന് പറയുന്നത്? അതാണ്. അത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വീണ്ടും റിവിഷൻ ചെയ്യണം. അതിനാണ് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളൊരു പ്രോസസ്സ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ശരി. നോക്കിയോ വളരെ. അപ്പം ചെയർമാന്റെ 6 അംഗങ്ങൾ. ചെയർമാന്റെ യോഗ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതി റിട്ടയർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജ്. അടുത്ത് അംഗങ്ങളുടെ യോഗ്യത സുപ്രീം കോടതി ഒരു അംഗത്തിന്റെ യോഗ്യത സുപ്രീം കോടതി ജഡ്ജ് അല്ലെങ്കിൽ റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജ്. രണ്ടാമത്തെ അംഗത്തിന്റെ യോഗ്യത ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഓർ റിട്ടയർഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ഓക്കെ, ബാക്കിയുള്ള 3 അംഗങ്ങൾ എങ്ങനെയായിരിക്കും നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ? 3 അംഗങ്ങൾ എങ്ങനെയായിരിക്കണം നമ്മൾ പഠിച്ചായിരുന്നു. ബാക്കിയുള്ള 3 അംഗങ്ങൾ എങ്ങനെയാ? ബാക്കിയുള്ള 3 അംഗങ്ങൾ മനുഷ്യാവകാശ പ്രവർത്തന മേഖലയില് പ്രായോഗിക അറിവുള്ള ആൾക്കാരായിരിക്കണം അല്ലെ? പ്രായോഗിക അറിവുള്ള ആൾക്കാരായിരിക്കണം. മനുഷ്യാവകാശ പ്രവർത്തന മേഖലയില് പ്രായോഗിക അറിവുള്ള ആൾക്കാരായിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു അതില് എത്ര വനിത ഉണ്ടാകണം? എത്ര പേര് വനിതകളാകണം? ഒരു ആള് വനിതയായിരിക്കണം. ഒരാൾ വനിതയായിരിക്കണം. ഓക്കെ, ഇതായിരുന്നു ഈ പറയുന്ന മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടന എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ,
6 അംഗങ്ങളുണ്ട്. അതിൽ ചെയർമാൻ എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി റിട്ടയർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഓർ സുപ്രീം കോടതി ജഡ്ജ്. പിന്നെ 2 ജുഡീഷ്യൽ അംഗങ്ങൾ വരുന്നുണ്ട്. സുപ്രീം കോടതി ജഡ്ജ് ഓർ റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജ്, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഓർ റിട്ടയർഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ഓക്കെ, പിന്നെ 3 പേര് മനുഷ്യാവകാശ പ്രവർത്തന മേഖലയിൽ പ്രായോഗിക അറിവുള്ള ആൾക്കാരായിരിക്കണം. അതിൽ ഒരു വനിത ഉണ്ടാവണം. ഓക്കെ, ക്ലിയർ ആണ്. ഇനി എക്സ് ഒഫിഷ്യോ മെമ്പേഴ്സ് ഉണ്ട്. എക്സ് ഒഫിഷ്യോ മെമ്പേഴ്സ് ആരൊക്കെയെന്ന് അറിയോ നിങ്ങൾക്ക്? എക്സ് ഒഫിഷ്യോ മെമ്പേഴ്സ് എക്സ് ഒഫിഷ്യോ മെമ്പേഴ്സ് 7 പേരാണ്. ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. വനിതാ കമ്മീഷൻ അല്ലെ, വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ, ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ, പിന്നെ SC കമ്മീഷൻ ചെയർമാൻ, അതുപോലെ ST കമ്മീഷൻ ചെയർമാൻ, അതുപോലെ തന്നെ ഇത് NCBC നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്, അതായത് OBC കമ്മീഷന്റെ ചെയർമാൻ, അതുപോലെ തന്നെ ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാൻ, പിന്നെ ആരാ? പിന്നെ നമ്മളെ ഭിന്നശേഷി അല്ലെ, ഭിന്നശേഷി കമ്മീഷന്റെ ഹൈ കമ്മീഷണർ, ഇത്രയും പേരാണ് എന്തെന്ന് പറയുന്നത് ഇതിലെ എക്സ് ഒഫിഷ്യോ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. പഠിക്കാൻ എളുപ്പമാണ് പിള്ളേരെ, നിങ്ങൾ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. വനിതാ കമ്മീഷൻ ചെയർപേഴ്സണും ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സണും. ഓക്കെ, പിന്നെ SC ST OBC ന്യൂനപക്ഷം, കേട്ടോ. OBC പിന്നാക്ക വിഭാഗ കമ്മീഷൻ, SC ST OBC ന്യൂനപക്ഷം. പിന്നെ ഭിന്നശേഷി കമ്മീഷന്റെ ഹൈ കമ്മീഷണർ, ഇത്രയും പേരാണ് എന്തായിട്ട് വരുന്നത് ഇതിലെ എക്സ് ഒഫിഷ്യോ മെമ്പേഴ്സ് ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, 7 പേര് എക്സ് ഒഫിഷ്യോ മെമ്പേഴ്സ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. കേവല ഭൂരിപക്ഷ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ചെയ്തേ. കേവല ഭൂരിപക്ഷ സമ്പ്രദായം. വളരെ ഈ സമ്പ്രദായത്തിൽ ഒരു പാർട്ടിക്ക് പാർലമെന്റിൽ കൂടുതൽ സീറ്റുകളും എന്നാൽ കുറച്ച് വോട്ടുകളും ലഭിക്കാം. ശരിയോ തെറ്റോ? ശരിയാണ്. ഓക്കെ, ഇത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ക്ലാസ് കിട്ടാത്ത ആൾക്കാർക്ക് ഞാൻ എടുത്തു തരാം കേട്ടോ. ഈ സമ്പ്രദായത്തിൽ ഒരു പാർട്ടിക്ക് പാർലമെന്റിൽ കൂടുതൽ സീറ്റുകളും എന്ന് കുറച്ച് വോട്ടുകളും ലഭിക്കാം. ഈ ഒരു പോയിന്റ് പലർക്കും ഡൗട്ട് വരുമായിരിക്കും. ഇതിപ്പോ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല, ഞാൻ ക്ലാസ് എടുത്ത് തരാറ്. അടുത്ത്, അത് ശരിയാണ്. ഒരു പാർട്ടിക്ക് ലഭിക്കുന്ന വോട്ടുകളും സീറ്റുകളും തുല്യമായിരിക്കും. ഇല്ല, അത് തെറ്റാണ്. ഓക്കെ, കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം ബ്രിട്ടനും ഇന്ത്യയുമാണ്. കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം ബ്രിട്ടനും ഇന്ത്യയുമാണ്. അതെന്താണ് വളരെ? അത് ശരിയാണ് കേട്ടോ, അത് ശരിയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ A ആണ്. 1 3. ഓപ്ഷൻ A ആണ് 1 3 കേട്ടോ. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇന്ന് വൈകുന്നേരം നിങ്ങൾക്ക് ഇത് എടുത്തു തരാം കേട്ടോ. അത് കിട്ടാത്ത ആൾക്കാരുണ്ട്. ഞാൻ ഈ കേവല ഭൂരിപക്ഷ വ്യവസ്ഥയും ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയും കേട്ടോ, അത് ഇന്ന് വൈകുന്നേരം തന്നെ എടുത്തുതരാം കേട്ടോ. ഓക്കെ, നമുക്ക് വൈകുന്നേരം തന്നെ അത് പഠിക്കാം. ഇത് കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ഈ പാർട്ടിക്ക് പാർലമെന്റിൽ കൂടുതൽ സീറ്റുകളും എന്നാൽ കുറച്ച് വോട്ടും ലഭിക്കുന്നത് എന്നുള്ള കാര്യം. ഓക്കെ, ഞാൻ വൈകുന്നേരം തന്നെ എടുത്തുതരാം. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തോ. വളരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ പ്രസ്താവന അല്ലേ? ഓക്കെ, ഒന്നാമത്തെ പ്രസ്താവന എന്താ? ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. ശരിയാണല്ലേ? ശരിയാണ്. ഓക്കെ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് മറ്റ് അംഗങ്ങൾക്കും തുല്യ അധികാരങ്ങളാണുള്ളത്. ശരിയോ തെറ്റോ?
മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് മറ്റംഗങ്ങൾക്കും തുല്യ അധികാരങ്ങളാണുള്ളത്. ശരിയോ തെറ്റോ? ശരിയാണ്. അംഗങ്ങളെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. അംഗങ്ങളെ നിയമിക്കുന്ന ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. ശരിയാണോ? അതും ശരിയാണ്. ഓൾ ദ എബോ ആണ് കേട്ടാ. ഓപ്ഷൻ ഡി ആണ് കേട്ടോ. എല്ലാം ശരിയാണ്, എല്ലാം ശരിയാണ്. ഓക്കെ, കുറച്ച് ചോദ്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് റിവിഷൻ ചെയ്യാം. വളരെ പറഞ്ഞോ, ഈ ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് അല്ലെ? ഇലക്ഷൻ കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ഓക്കെ, ഏത് ആർട്ടിക്കിൾ മുതൽ ഏത് ആർട്ടിക്കിൾ വരെ ഞാൻ പറയുന്നിട്ടുണ്ട്. ഏത് ആർട്ടിക്കിൾ മുതൽ ഏത് ആർട്ടിക്കിൾ വരെയാ പിള്ളേരെ? അതെ, 324 മുതൽ 329 വരെ അല്ലെ? 324 മുതൽ 329 വരെയാണ്. ഇതില് 324 ഇലക്ഷൻ കമ്മീഷൻ രൂപീകരണം പറയുന്നത്. ഇലക്ഷൻ കമ്മീഷൻ രൂപീകരണം ഇന്ത്യക്ക് ഒരു ഇലക്ഷൻ, ഒരു സ്വതന്ത്ര സംവിധാനമായിട്ട്, ഒരു സ്വതന്ത്ര അധികാരങ്ങളുള്ള ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് ഏതിലാണ്? 324 പറയുന്നത്. ഇവരൊരു ഇൻഡിപെൻഡന്റ് ബോഡിയാണ്. മനസ്സിലായോ? ഇവരൊരു ഇൻഡിപെൻഡന്റ് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം, ഇപ്പം നീതിയുക്തമായിട്ട് ഇലക്ഷൻ നടക്കണം അല്ലെ? അപ്പൊ അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അധികാരം ഉണ്ടാകണം അല്ലെ? അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അധികാരം ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇൻഡിപെൻഡന്റ് ബോഡിയാണ് കേട്ടോ. ഇൻഡിപെൻഡന്റ് ബോഡിയാണ്. ഓക്കെ, ഇനി പറയാം, എപ്പോഴാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത്? നമ്മുടെ ഇന്ത്യയില് ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത് എപ്പോഴാ? ഇന്ത്യയില് ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത് എപ്പോഴാണ്? പിള്ളേരെ 1950 ജനുവരി 25 അല്ലെ? 1950 ജനുവരി 25 ഇലക്ഷൻ കമ്മീഷൻ 1950 ജനുവരി 25 ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത്. ഇവിടെ പിള്ളേരെ ഞാൻ കാര്യം ചോദിക്കട്ടെ, ഈ ജനുവരി 25 നമ്മൾ എന്തൊക്കെയാണ് ആചരിക്കുന്നത്? ജനുവരി 25 നമുക്കറിയാം 2011 മുതൽ നാഷണൽ വോട്ടേഴ്സ് ഡേ ആണ് അല്ലെ? നാഷണൽ വോട്ടേഴ്സ് ഡേ ആണ്. 2011 മുതൽ നാഷണൽ വോട്ടേഴ്സ് ഡേ ആണ്. അത് മാത്രമാണോ ജനുവരി 25 പ്രത്യേകത? ദേശീയ വിനോദസഞ്ചാര ദിനവും ഇതും ചോദ്യമാണ്. ദേശീയ വിനോദസഞ്ചാര ദിനവും ഏതാണ്? നാഷണൽ ടൂറിസം ഡേയും ജനുവരി 25 അപ്പൊ ജനുവരി 25 രണ്ട് പ്രത്യേകതകളുണ്ട്. 2011 മുതൽ വോട്ടേഴ്സ് ഡേ ആണ്. അതുപോലെ തന്നെ ദേശീയ വിനോദസഞ്ചാര ദിനവും ഏതാണ്? ജനുവരി 25 ജനുവരി 25. ഓക്കെ, പിള്ളേരെ പറ, ഈ ഇലക്ഷൻ കമ്മീഷനിലെ അംഗസംഖ്യ എങ്ങനെയാണ്? പിള്ളേരെ അംഗസംഖ്യ 3 കേട്ടോ. 3 അംഗസംഖ്യ. അതായത് ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 കമ്മീഷണർമാരും അല്ലെ? ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 കമ്മീഷണർമാരും അടങ്ങുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് അല്ലെ? ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 കമ്മീഷണർമാരും അടങ്ങുന്നതാണ്. ഓക്കെ, ഇത് മുമ്പേ ഇങ്ങനെ ആയിരുന്നോ? മുമ്പേ 3 പേരുണ്ടായിരുന്നോ? ഇല്ല. 1989 വരെ ഏകാംഗ സമിതിയായിരുന്നു അല്ലെ? 1989 വരെ ഏകാംഗ സമിതിയായിരുന്നു. പിന്നീട് വീണ്ടും എന്ത് ചെയ്തു? 3 പേരാക്കി. പിന്നെ വീണ്ടും ഒരു അംഗ സമിതിയാക്കി മാറ്റി. പിന്നെ 1993 മുതൽ എന്താണ് നിലവിൽ കാണുന്ന പോലെ 3 അംഗ സമിതിയായിട്ട്. അതായത് 89 വരെ ഒരാൾ മാത്രമുള്ള ഒരു സമിതിയായിരുന്നു. 89 വരെ ഒരാൾ മാത്രമുള്ള സമിതിയായിരുന്നു. പിന്നെ അതിനുശേഷം 3 പേരാക്കുന്നു. പിന്നെ വീണ്ടും എന്ത് ചെയ്യുന്നു? ഒരാളാക്കുന്നു. പിന്നെ 93 എന്ത് ചെയ്തത്? ഇപ്പൊ കാണുന്ന പോലെ 3 അംഗ സമിതിയാക്കി ഏതിനെ മാറ്റുന്ന പിള്ളേർ? ഇലക്ഷൻ കമ്മീഷനെ മാറ്റുന്നത്. ഓക്കെ, ഇലക്ഷൻ കമ്മീഷന്റെ അംഗങ്ങളുടെ യോഗ്യത എന്താണ്? യോഗ്യത? ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളുടെ യോഗ്യത എന്താണ് പിള്ളേരെ? ഭരണഘടനയിൽ അത് പരാമർശിക്കുന്നുണ്ടോ യോഗ്യതയെക്കുറിച്ച്? ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളുടെ യോഗ്യതയെക്കുറിച്ച് ഭരണഘടനയിൽ പരാമർശിക്കുന്നുണ്ടോ? ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളുടെ യോഗ്യതയെക്കുറിച്ച് ഭരണഘടനയിൽ പരാമർശമില്ല. പരാമർശം ഇല്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇവരെ നിയമിക്കുന്നത് ആരാണ്? ഇവരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത് അല്ലെ? രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. ഇവർക്ക് ഏതിന്റെ മറ്റൊരു പദവിയുമായിട്ട് തുല്യമായിട്ടുള്ള സ്ഥാനമാണ് ഇവർക്കുള്ളത്. അത് ഏത് പദവിയാണ്? പിള്ളേരെ, ചീഫ് ജസ്റ്റിസിന്റെ പദവി വരുവാടാ. ജസ്റ്റിസിന്റെ പദവി വരുമോ? ഇല്ല. സുപ്രീം കോടതി ജഡ്ജിന് തുല്യമായിട്ടുള്ള പദവി, സുപ്രീം കോടതി ജഡ്ജിന് തുല്യമായിട്ടുള്ള പദവിയാണ് ഇവർക്കുള്ളത്.
സുപ്രീം കോടതി ജഡ്ജിന് തുല്യമായിട്ടുള്ള പദവിയാണ് ആർക്കുള്ളത് വളരെ? സുപ്രീം കോടതി ജഡ്ജിന് തുല്യമായിട്ടുള്ള പദവിയാണ് ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങൾക്കുള്ളത്. ഓക്കെ, ശമ്പളം എങ്ങനെയാണ്? ശമ്പളം അതുപോലെയാണോ? സുപ്രീം കോടതി ജഡ്ജിന് തുല്യമായിട്ടുള്ള ശമ്പളമാണോ? ആണോ അല്ലേ? പദവി നമ്മൾ പറഞ്ഞു സുപ്രീം കോടതി ജഡ്ജിന് തുല്യമായിട്ടുള്ള പദവിയാണെന്ന് പറഞ്ഞു. ശമ്പളവും അങ്ങനെ തന്നെയാണ് കേട്ടോ. ശമ്പളവും അങ്ങനെ തന്നെ. അതായത് എത്ര രൂപയായിരിക്കും ഇപ്പോഴത്തെ ശമ്പളം? ഇപ്പോഴത്തെ ശമ്പളം എത്ര രൂപയായിരിക്കും? ഇപ്പോഴത്തെ ശമ്പളം 2.5 ലക്ഷം രൂപയാണ്. 2.5 ലക്ഷം രൂപയാണ് ഇപ്പോഴത്തെ ശമ്പളം കേട്ടോ. അതെ, 2.5 ലക്ഷം രൂപയാണ്. 2,50,000 രൂപയാണ് ഇപ്പോഴത്തെ ശമ്പളം. 2,50,000 രൂപയാണ് ഇപ്പോഴത്തെ ശമ്പളം. ഓക്കെ, ഇവരെ പുറത്താക്കാനുള്ള അധികാരം ആർക്കാണ്? ഇവരെ പുറത്താക്കാനുള്ള അധികാരം ആർക്കാണ്? ഇവരെ പുറത്താക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ് അധികാരം, അല്ലെ? രാഷ്ട്രപതിക്കാണ് അധികാരം. രാഷ്ട്രപതിക്കാണ് അധികാരം. ക്ലിയർ ആണല്ലേ? രാഷ്ട്രപതിക്കാണ് അധികാരം. ഓക്കെ, പുറത്താക്കണമെങ്കിൽ എന്ത് നടപടിക്രമം വേണം? ഇംപീച്ച്മെന്റിലൂടെയാണ് പുറത്താക്കുന്നത്. ഇംപീച്ച്മെന്റ് നടപടിക്രമത്തിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പുറത്താക്കാൻ പറ്റത്തുള്ളൂ. അതായത് ഒരു പ്രമേയമായിട്ട് പാർലമെന്റിൽ അവതരിപ്പിക്കുകയും പാർലമെന്റ് അത് എന്ത് ചെയ്യണം? അത് ശരിവെക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ പാർലമെന്റ് സഭകൾ അത് അംഗീകരിച്ചാൽ മാത്രമേ ഇവരെ പുറത്താക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായല്ലോ? ഇനി രാജിക്കത്ത് നൽകുന്നത് ആർക്കാ? രാജിക്കത്ത് നൽകുന്നത് പ്രസിഡന്റിനാണ്, അല്ലെ? രാജിക്കത്ത് നൽകുന്നത് പ്രസിഡന്റിനാണ്. ഓക്കെ, ഇനി ഇവരുടെ ചുമതലകളിൽ നിങ്ങൾ ഇല്ലാത്തതൊന്നും ഓർത്ത് വെച്ചിരുന്നാൽ മതി. അതായത് മണ്ഡലങ്ങളുടെ അതിർത്തി നിർണയിക്കുന്നത് ഇവരാണോ? മണ്ഡലങ്ങളുടെ അതിർത്തി നിർണയിക്കുന്നതും എണ്ണം നിർണയിക്കുന്നതും ഇവരാണോ? അല്ല. മണ്ഡലങ്ങളുടെ അതിർത്തി നിർണയിക്കുന്ന ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് മണ്ഡലങ്ങളുടെ അതിർത്തി നിർണയിക്കുന്നത് ഇവരല്ല. അത് ഡീലിമിറ്റേഷൻ കമ്മീഷൻ ആണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഡീലിമിറ്റേഷൻ കമ്മീഷനെ കുറിച്ച്. അതിർത്തി പുനർനിർണയ കമ്മീഷനാണ്. അതിർത്തി പുനർനിർണയ കമ്മീഷനാണ് മണ്ഡലങ്ങളുടെ അതിർത്തി എന്ത് ചെയ്യുന്നത്? നിർണയിക്കുന്നത്. ഓക്കെ, സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത് ഇവരാണോ? സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത് ഇവരാണോ? അല്ല, സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നതും ഇവരല്ല. സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത് ആരാണ് വളരെ? അതും ഡീലിമിറ്റേഷൻ കമ്മീഷനാണ്. ഡീലിമിറ്റേഷൻ കമ്മീഷനാണ് സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത്. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ ഒഴിച്ച് ഇലക്ഷന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഇലക്ഷൻ ഡേറ്റ് പ്രഖ്യാപനം, അതുപോലെ തന്നെ പെരുമാറ്റച്ചട്ട രൂപീകരണം, വോട്ടർ പട്ടിക പ്രസിദ്ധീകരണം, അതുപോലെ തന്നെ ഇലക്ഷന്റെ നടത്തിപ്പ്, അതുപോലെ തന്നെ വോട്ടെണ്ണൽ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആരാണ് പിള്ളേരെ? ഇലക്ഷൻ കമ്മീഷനാണ്. മനസ്സിലായില്ലേ? ഞാൻ ഈ പറഞ്ഞ റീപോൾ ഉൾപ്പെടെ പിന്നെ ദേശീയ പാർട്ടികൾക്ക് അംഗീകാരവും ചിഹ്നവും കൊടുക്കുന്നത്, ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഇലക്ഷൻ കമ്മീഷൻ. നിങ്ങൾ ഈ രണ്ട് കാര്യം മാത്രം ഇലക്ഷൻ കമ്മീഷൻ അല്ല എന്ന് ഓർത്തിരിക്കുക. ബാക്കിയുള്ള ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും, ബാക്കിയുള്ള ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്ന എല്ലാ കാര്യങ്ങളും നടത്തുന്നത് ആര് തന്നെയാണ്? ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ്. നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കല്, നാമനിർദ്ദേശ പത്രിക ക്യാൻസൽ ചെയ്യുന്നത്, അത് പരിശോധിക്കുന്നത്, എല്ലാം ആര് തന്നെയാണ്? ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ്. ദേശീയ പാർട്ടികൾക്ക് ചിഹ്നം കൊടുക്കുന്നത്, അല്ലെങ്കിൽ ദേശീയ പാർട്ടികളെ പ്രഖ്യാപിക്കുന്നത്, സംസ്ഥാന പാർട്ടികളെ പ്രഖ്യാപിക്കുന്നത്, പിന്നെ നമുക്ക് ഈ സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നം കൊടുക്കുന്നത്, ഇതെല്ലാം ഇവരാണ്. നിങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ ഇല്ല എന്ന്, ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലകളിൽ ഈ രണ്ട് കാര്യങ്ങൾ ഇല്ല എന്ന് ഓർത്തിരുന്നാൽ മതി. മണ്ഡലങ്ങളുടെ അതിർത്തി അല്ലെങ്കിൽ മണ്ഡലങ്ങളുടെ എണ്ണം നിശ്ചയിക്കാനുള്ള അധികാരവും സംവരണ മണ്ഡലങ്ങൾ നിശ്ചയിക്കാനുള്ള അധികാരവും ആർക്കില്ല? ഇലക്ഷൻ കമ്മീഷൻ ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ പിള്ളേരെ? തലവേന ഇതും കൂടെ എടുത്തിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യണേ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം, അല്ലെ? വൈകുന്നേരം എടുത്തരാം. പിള്ളേരെ ഇനി പറ, ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാ? ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരെന്ന് കേട്ട് കഴിഞ്ഞാല് സുകുമാർ സെൻ ആണ് കേട്ടോ. സുകുമാർ സെൻ ആണ് ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണ് കുട്ടികളെ. സുകുമാർ സെൻ ആണ് കേട്ടോ. സുകുമാർ സെൻ ആണ് ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ഓക്കെ, ഇനി ഈ രണ്ടാമത്തെ ആൾ ആരാണ്? രണ്ടാമത്തെ ആൾ ആരാണ് പിള്ളേരെ? തിവാരിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. KVK സുന്ദർ അല്ലെങ്കിൽ KV കല്യാണ സുന്ദരം കേട്ടാ.
KVK സുന്ദരം അല്ലെങ്കിൽ KV കല്യാണ സുന്ദരമാണ്. KVK സുന്ദരം അല്ലെങ്കിൽ KV കല്യാണ സുന്ദരമാണ്. ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? ഇപ്പോഴത്തെ ഗ്യാനേഷ് കുമാർ ആണ് അല്ലെ? ഗ്യാനേഷ് കുമാർ എത്രാമത്തെ ആളാ? ഗ്യാനേഷ് കുമാർ 26ാമത്തെ ആളാണ്. 26ാമത്തെ ആളാണ് ഗ്യാനേഷ് കുമാർ. ഓക്കെ, ഇപ്പോഴത്തെ അംഗങ്ങൾ ആരൊക്കെയാ? അത് കമ്മീഷണർമാർ ആരൊക്കെയാ? 2 കമ്മീഷണർമാരുണ്ടല്ലോ, 2 കമ്മീഷണർമാർ. സുഖ്ബീർ സിംഗ് സന്ധുവും സുഖ്ബീർ സിംഗ് സന്ധുവും പിന്നെ ആരാണ്? വിവേക് ജോഷി. സുഖ്ബീർ സിംഗ് സന്ധുവും അതുപോലെ തന്നെ ആരാണ്? വിവേക് ജോഷി. സുഖ്ബീർ സിംഗ് സന്ധുവും വിവേക് ജോഷിയുമാണ് കമ്മീഷണർമാർ. സുഖ്ബീർ സിംഗ് സന്ധുവും വിവേക് ജോഷിയുമാണ് കമ്മീഷണർമാർ. ഓക്കെ അല്ലടാ? ശരി, ഇനി ഇവരുടെ കാലാവധി എങ്ങനെയാണ്? കാലാവധി എങ്ങനെയാണ്? കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് കാലാവധി. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് കാലാവധി. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് റിവിഷൻ ചെയ്തതാണ്. ഇനിയും കുറച്ച് പോയിന്റ്സ് വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി, അപ്പം നമ്മൾ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചാണ് പറഞ്ഞത്. പ്രധാനപ്പെട്ട പോയിന്റ്സ്: കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. 324 മുതൽ 329 വരെയാണ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. ഇലക്ഷൻ കമ്മീഷന്റെ രൂപീകരണം 324ലാണ്. 1950 ജനുവരി 25-നാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത്. ഓക്കെ, 3 അംഗങ്ങളുണ്ട്. എന്നാൽ 89 വരെ ഏകാംഗ സമിതിയായിരുന്നു. പിന്നെ വീണ്ടും എന്ത് ചെയ്തു? 3 അംഗ സമിതി ആവുകയും പിന്നെ വീണ്ടും ഏകാംഗ സമിതി ആയതിനു ശേഷം 93 മുതലാണ് ഇപ്പോൾ കാണുന്ന രീതിയിൽ 3 പേരടങ്ങുന്ന സമിതിയായത് കേട്ടോ. ഓക്കെ, ഇനി യോഗ്യതയെക്കുറിച്ച്, ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളുടെ യോഗ്യതയെക്കുറിച്ച് ഭരണഘടനയിൽ പരാമർശമില്ല. നിയമനം രാഷ്ട്രപതിയാണ്, നീക്കം ചെയ്യൽ രാഷ്ട്രപതിയാണ്, രാജിക്കത്ത് സ്വീകരിക്കുന്നതും ആരാണ്? രാഷ്ട്രപതിയാണ് കേട്ടോ. നിയമനം രാഷ്ട്രപതി, അതുപോലെ നീക്കം ചെയ്യൽ രാഷ്ട്രപതി, രാജിക്കത്ത് സ്വീകരിക്കുന്നതും ആര് തന്നെയാണ്? രാഷ്ട്രപതി തന്നെയാണ്. ഈ ഇലക്ഷൻ കമ്മീഷണർമാർ, നമ്മൾ ഈ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചോണം. 3 പേരുണ്ടെങ്കിലും ഈ 3 പേർക്കും തുല്യ അധികാരങ്ങളാണ് ഉള്ളത് കേട്ടോ. 3 പേരുണ്ടെങ്കിലും 3 പേർക്കും തുല്യ അധികാരങ്ങളാണ് ഉള്ളത്. 3 പേർക്കും തുല്യ അധികാരങ്ങളാണ് ഉള്ളത്. ഓക്കെ, ഇനി ഇവരുടെ സ്ഥാനം എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ സുപ്രീം കോടതി ജഡ്ജിക്ക് തുല്യമായ സ്ഥാനവും തുല്യമായ ശമ്പളവുമാണ് ഇവർക്കുള്ളത് കേട്ടോ. സുപ്രീം കോടതി ജഡ്ജിക്ക് തുല്യമായ സ്ഥാനവും സുപ്രീം കോടതി ജഡ്ജിക്ക് തുല്യമായിട്ടുള്ള ശമ്പളവുമാണ് ഇവർക്കുള്ളത്. ഓക്കെ, അതായത് ഇപ്പോഴത്തെ ശമ്പളം എത്രയാ? സുപ്രീം കോടതി ജഡ്ജിയുടെ സാലറി എത്രയാണ്? 2,50,000 ആണ് അല്ലേ? ഓക്കെ, ഇനി ഇവരെ പുറത്താക്കുന്നത് രാഷ്ട്രപതി എന്ന് പറഞ്ഞ് പുറത്താക്കാനുള്ള നടപടിക്രമം ഏതാണ്? പിള്ളേരെ ഇംപീച്ച്മെന്റിലൂടെയാണ് അല്ലേ? ആ ഇംപീച്ച്മെന്റിലൂടെ പുറത്താക്കാൻ കഴിയത്തുള്ളൂ. പിന്നെ നമ്മൾ പറഞ്ഞു 2011 മുതൽ ഈ ജനുവരി 25 നാഷണൽ വോട്ടേഴ്സ് ഡേ ആണ്. അതുപോലെ നാഷണൽ ടൂറിസം ഡേയും ജനുവരി 25 തന്നെയാണ്. ഓക്കെ, രാജിക്കത്ത് പ്രസിഡന്റ് പറഞ്ഞു നമ്മള്. ഓക്കെ, ഇനി ഇവരുടെ അധികാരത്തിൽ വരാത്ത കാര്യങ്ങൾ, മണ്ഡലങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കാനും മണ്ഡലങ്ങളുടെ എണ്ണം നിർണ്ണയിക്കാനും ഇവർക്ക് അധികാരമില്ല. സംവരണ മണ്ഡലങ്ങൾ പ്രഖ്യാപിക്കാനും ഇവർക്ക് അധികാരമില്ല. ബാക്കി ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അധികാരം ഇവർക്ക് തന്നെയാണ് എന്ന് ഓർത്തിരിക്കുക. സുകുമാർ സെന്നാണ് ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. KVK സുന്ദർ, അതായത് KV കല്യാണ സുന്ദരമാണ് രണ്ടാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ഓക്കെ, ഇനി ഏറ്റവും കൂടുതൽ കാലം ആരായിരുന്നു? ഏറ്റവും കൂടുതൽ കാലവും KVK സുന്ദരമാണ്. ഏറ്റവും കൂടുതൽ കാലവും ആരായിരുന്നു കുട്ടികളെ? KVK സുന്ദരമായിരുന്നു ഏറ്റവും കൂടുതൽ കാലം. ഓക്കെ, എത്ര വനിതകള് ആയിട്ടുണ്ട്? എത്ര വനിതകള് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിട്ടുണ്ട്? ഒരു വനിത മാത്രമേ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിട്ടുള്ളൂ. അതാരാണ്? ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിട്ടുള്ള ഒരേ ഒരു വനിത ആരാണ് കുട്ടികളെ? അത് VS രമാദേവിയാണ് കേട്ടോ. VS രമാദേവിയാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിട്ടുള്ള ഒരേ ഒരു വനിത. VS രമാദേവിയാണ് കേട്ടോ. VS രമാദേവിയാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിട്ടുള്ള ഒരേ ഒരു വനിത. VS രമാദേവിയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇവിടെ പിള്ളേരെ വേറൊരു കാര്യം, ഏറ്റവും കുറച്ചു കാലം ആരാണ്? ഏറ്റവും കുറച്ചു കാലവും ആര് തന്നെയാണ്? ഏറ്റവും കുറച്ചു കാലവും ആര് തന്നെയാണ്? VS രമാദേവി തന്നെയാണ്. ഏറ്റവും കുറച്ചു കാലവും ആര് തന്നെയാണ്? VS രമാദേവി തന്നെയാണ് ഏറ്റവും കുറച്ചു കാലവും ഇതായിരുന്നത്. ഇനി ഏതെങ്കിലും മലയാളി ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിട്ടുണ്ടോ? ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിട്ടുള്ള മലയാളിയാണ് TN ശേഷൻ അല്ലെ? TN ശേഷനാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിട്ടുള്ള മലയാളി. ആരാണ് കുട്ടികളെ? TN ശേഷനാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിട്ടുള്ള മലയാളി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇദ്ദേഹത്തിന് മക്സസെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് കേട്ടോ. മക്സസെ പുരസ്കാരം TN ശേഷന് മക്സസെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അതിന് 90-96 ആണ് കേട്ടോ. 90 മുതൽ 96. ഓക്കെ,
മക്സസെ ഈ ഒരു കാര്യമുണ്ട്, ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്. TN ശേഷൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയതിനു ശേഷമാണ് ഇങ്ങനൊരു പദവി നമ്മുടെ രാജ്യത്തുണ്ടെന്ന് ജനങ്ങൾ അറിയുന്നത്. മനസ്സിലായില്ലേ? അതായത് ഇങ്ങനെ ഒരു പദവി നമ്മുടെ രാജ്യത്തുണ്ട്, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്നുള്ളൊരു പദവി നമ്മുടെ രാജ്യത്തുണ്ടെന്ന് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ അറിയുന്നത് TN ശേഷൻ ആയതിനു ശേഷമാണ്. കാരണം അദ്ദേഹം അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ മലയാളിയായിട്ടുള്ള TN ശേഷൻ. അദ്ദേഹമാണ് ഈ ഒരു സ്ഥാനത്തിന്റെ അധികാരങ്ങളെ കുറിച്ചും ഈ ഒരു സ്ഥാനത്തിന്റെ ഫോട്ടോ പതിപ്പിച്ച ID കാർഡ് കൊണ്ടുവരുന്ന അദ്ദേഹത്തിന്റെ കാലത്താണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ, അത് ഓർത്തിരിക്കുക. അപ്പം ഇത്രയും കാര്യങ്ങൾ, അതായത് ആദ്യത്തെ ആള് സുകുമാർ സെൻ ആണ്, രണ്ടാമത്തെ ആള് KVK സുന്ദരം, അതായത് KV കല്യാണ സുന്ദരമാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ കാലവും അദ്ദേഹം തന്നെയാണ്. പിന്നെ ഒരേ ഒരു വനിതയും ഏറ്റവും കുറച്ചു കാലവും VS രമാദേവിയാണ്. ഒരേ ഒരു വനിതയും ഏറ്റവും കുറച്ചു കാലവും VS രമാദേവിയാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിട്ടുള്ള മലയാളിയാണ് TN ശേഷൻ. ഓക്കെ, മക്സസെ അവാർഡ് ലഭിച്ചിട്ടുള്ള ഇലക്ഷൻ കമ്മീഷണർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഓക്കെ, അതും TN ശേഷനാണ്. ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസസ് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് കേട്ടോ. ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസസ് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. TN ശേഷന്റെ ആത്മകഥയാണ് കേട്ടോ. ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസസ് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. കൊള്ളാം, അങ്ങനെ പോയിന്റ്സ് ഒക്കെ പറയും. TN ശേഷന്റെ ആത്മകഥയാണ് ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസസ് കേട്ടോ. ശരി, ഇതുപോലെ നിങ്ങൾക്ക് ആത്മകഥ ചോദിക്കുന്നത് KV കല്യാണ സുന്ദരമാണ് ഏറ്റവും കൂടുതൽ കാലം. KV കല്യാണ സുന്ദരമാണ് ഏറ്റവും കൂടുതൽ കാലം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നത്. ഓക്കെ, എടാ നമ്മുടെ ഇദ്ദേഹത്തിന്റെ ആത്മകഥ എന്താണ്? അതായത് നമ്മുടെ നമ്പി നാരായണന്റെ ആത്മകഥ നമുക്ക് ചോദിക്കുന്നതാ. നമ്പി നാരായണന്റെ ആത്മകഥ എന്താണ്? ഓർമ്മയുടെ ഭ്രമണപഥത്തിൽ എന്നാണ്. ഓർമ്മയുടെ ഭ്രമണപഥത്തിൽ എന്നതാണ് നമ്പി നാരായണന്റെ ആത്മകഥ കേട്ടാ. ഓർമ്മയുടെ ഭ്രമണപഥത്തിൽ കേട്ടാ. പിന്നെ എനിക്ക് പെട്ടെന്ന് നമ്മളെ ഈ മാധവ് ഗാഡ്ഗിലിന്റെ ഒരു പുസ്തകം, ഒരു ആത്മകഥാ പുസ്തകം റീസെന്റ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ല, ഈ പേരെനിക്ക് പെട്ടെന്ന് ഓർമ്മ കാണില്ല. പശ്ചിമഘട്ടം ഒരു അങ്ങനെയല്ലേ, പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്നാണ്. പശ്ചിമഘട്ടം അങ്ങനെ ഒരു പ്രണയകഥ. അതെ, പശ്ചിമഘട്ടം ഒരു പ്രണയകഥ. പിന്നെ നമ്മൾ ഇദ്ദേഹത്തിന് ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥ ചോദിക്കുന്നുണ്ട്. ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥ നമുക്ക് ചോദിക്കുന്നുണ്ട്. ജീവിതം ഒരു പെൻഡുലമാണ് ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ജീവിതം ഒരു പെൻഡുലം. പെൻഡുലത്തിന്റെ ചലനം ഏതുതരം ചലനത്തിന് തുല്യമാണ്? പറഞ്ഞേ, ഏതുതരം ചലനമാണ്? തുല്യമൊന്നുമില്ല, ഏതുതരം ചലനമാണ് പെൻഡുലത്തിന്റെ ചലനം? ദോലനം. നിങ്ങൾക്കപ്പോ എല്ലാം അറിയാം. നിങ്ങൾ ബ്രില്യന്റ് സ്റ്റുഡൻസ് ആണ് കേട്ടോ. നന്നായിട്ട് റിവിഷനൊക്കെ പഠിപ്പിച്ചതൊക്കെ നല്ല റിവിഷനൊക്കെ ചെയ്യും പിള്ളേരെ. റിവിഷൻ ചെയ്താൽ നിങ്ങൾക്ക് സെറ്റ് ആവും. പിള്ളേരെ ഓക്കെ. അപ്പം ഇപ്പോഴത്തെ ആൾക്കാരെ പേര് പറഞ്ഞു. ജ്ഞാനേഷ് കുമാർ ആണ് ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. 26ാമത്തെ ആളാണ് ജ്ഞാനേഷ് കുമാർ. സുഖബീർ സിംഗ് സന്ധുവും വിവേക് ജോഷിയും അംഗങ്ങളാണ് കേട്ടോ. അതായത് കമ്മീഷണർമാരാണ്. സുഖബീർ സിംഗ് സന്ധുവും വിവേക് ജോഷിയും കമ്മീഷണർമാരാണ്. എല്ലാവർക്കും ഒരേ അധികാരം തന്നെയാണ്. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് ഇവരുടെ പ്രായം എന്ന് പറയുന്നത്, കാലാവധി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ശരി, ഓക്കെ. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് പോകുന്ന ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോവാം. ഈ ക്വസ്റ്റ്യൻ ചെയ്തേ, ഇത് നമുക്ക് ചെയ്യാൻ വൈൻഡപ്പ് ചെയ്യാം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ. നമ്മൾ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. ED റെയ്ഡ്, നമ്മളിപ്പം മറ്റേ ഈ എമ്പുരാൻ സിനിമ ഇറങ്ങിയ സമയത്തൊക്കെ പൃഥ്വിരാജിന്റെ വീട്ടിൽ ED, മറ്റേ ആന്റണി പെരുമ്പാവൂരിന്റെ വീട്ടിൽ ED, ഗോകുലം ഗോപാലന്റെ വീട്ടിൽ ED. ഓക്കെ, കേരളം ഫുൾ ED. ഞങ്ങളേക്ക് ഇനി എന്നാന്ന് ED കൊണ്ടുപോകണത്. ഓക്കെ, നോക്കിയോ പിള്ളേരെ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവന, ഒന്നാമത്തെ പ്രസ്താവന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാമ്പത്തിക കുറ്റകൃത്യ രഹസ്യാന്വേഷണവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച, ശരിയോ തെറ്റോ? എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ
അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ശരിയല്ലേടാ? സാമ്പത്തിക കുറ്റകൃത്യ അന്വേഷണവുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ടതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്നത്. ധനകാര്യ മന്ത്രാലയത്തിന്റെ റവന്യൂ വകുപ്പിന്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ധനകാര്യ മന്ത്രാലയത്തിന്റെ റവന്യൂ വകുപ്പിന്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതും ശരിയാണ്. ധനകാര്യ മന്ത്രാലയത്തിന്റെ റവന്യൂ വകുപ്പിന്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ശരിയാണ്. രാഹുൽ നവീനാണ് ഇപ്പോഴത്തെ ചുമതല, ഡയറക്ടറുടെ ചുമതല രാഹുൽ നവീനാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ്. രാഹുൽ നവീനാണ്. അതായത് ഓൾ ദ എബോ എന്നതാണ് കേട്ടോ. ഓൾ ദ എബോ എന്നാണ്. ഓപ്ഷൻ സി ആണ്. എല്ലാ പോയിന്റ്സും ശരിയാണ് കേട്ടോ. 1, 2, 3 എല്ലാ പോയിന്റ്സും എന്താണ് പിള്ളേരെ? ശരിയാണ് കേട്ടോ. ഓക്കെ, ഈ ED സ്ഥാപിക്കപ്പെട്ടത് ഏത് വർഷം ഏത് തീയതി എന്നറിയോ? തീയതി ഇന്ന് തന്നെയാണ്. മെയ് 1 സ്ഥാപിക്കപ്പെട്ടത്. വർഷം പറഞ്ഞാൽ മതി. ED സ്ഥാപിക്കപ്പെട്ടത് മെയ് 1 തന്നെയാണ്. മെയ് 1. ഏത് വർഷം എന്ന് പറഞ്ഞാൽ ED സ്ഥാപിക്കപ്പെട്ട? പറഞ്ഞേ. ആ വർഷം നമ്മളും തമ്മിൽ ബന്ധമുണ്ടാ? നമ്മുടെ കേരളം രൂപം കൊണ്ട വർഷം അതാണ്. 1956 മെയ് 1 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്ഥാപിച്ചത് കേട്ടോ. 1956 മെയ് 1 ED സ്ഥാപിച്ചത്. EDയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെ തന്നെയാണ്? ന്യൂഡൽഹി തന്നെയാണ് ED ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഒരു പോയിന്റ് ഇത് ഇത്രയാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. അതായത് എന്താണ് ED എന്ന് കേട്ടാൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള രഹസ്യാന്വേഷണ അല്ലെങ്കിൽ രഹസ്യാന്വേഷണം നടത്തുന്ന ഏജൻസിയാണ് ED എന്ന് ഓർത്തിരിക്കുക. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കേട്ടാ. അതുപോലെ ഏത് വകുപ്പിന്റെ കീഴിലുള്ള? ധനകാര്യ മന്ത്രാലയത്തിന്റെ റവന്യൂ വകുപ്പിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? പ്രവർത്തിക്കുന്നത്. ധനകാര്യ മന്ത്രാലയത്തിന്റെ റവന്യൂ വകുപ്പിന്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. രാഹുൽ നവീനാണ് ഇപ്പോഴത്തെ ഡയറക്ടർ കേട്ടോ. 1956 മെയ് 1 ഫോം ചെയ്തത്. ന്യൂഡൽഹിയാണ് ആസ്ഥാനം കേട്ടോ. ഓക്കെ അല്ലേ? ശരി, ഓക്കെ ഡബിൾ. അപ്പൊ നമുക്ക് ഇനിയും ക്വസ്റ്റ്യൻ ചെയ്യാറുണ്ട്. നമുക്ക് ഇത് ഈ സിവിക്സ് തന്നെ നമുക്ക് ഫുൾ റിവിഷൻ ചെയ്ത് തീർക്കാം കേട്ടോ. ബാക്കി എന്നിട്ട് നമുക്ക് ഓരോ വിഷയമായിട്ട് എടുത്ത് ചെയ്യാം. ഇനി കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് സിവിക്സിൽ. ഈ പഠിപ്പിച്ച തന്നെയൊക്കെ ഒന്ന് റിവിഷൻ ചെയ്തോണേ കേട്ടോ. പഠിപ്പിച്ചിട്ട് തന്നെയൊക്കെ ഒന്ന് റിവിഷൻ ചെയ്തോണം. നോട്ടൊക്കെ എഴുതിയിട്ട് നന്നായിട്ട് അത് വായിച്ച് റിവിഷൻ ചെയ്ത് വരണം. കാരണം നമ്മളെ എല്ലാ സബ്ജക്റ്റും ഇങ്ങനെ റിവിഷൻ ചെയ്ത് വരെയല്ലേ. അപ്പൊ അതിന്റെ നിങ്ങൾക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വായിച്ച്, ഇപ്പം ഇന്നലെ നമ്മൾ പഠിച്ച മുഴുവൻ കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഇന്ന് വായിച്ചു നോക്കുക. ഇന്ന് പഠിക്കുന്നത് നാളെ ഒന്ന് വായിച്ചു നോക്കുക. ഒരാഴ്ച പഠിച്ചത് ഞായറാഴ്ചയൊക്കെ എടുത്തിട്ട് വായിച്ചു നോക്കുക. അങ്ങനെ ഒന്ന് പോവുക കേട്ടോ.